സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. സ്റ്റാലിൻ്റെ ശവകുടീരത്തിൽ ഞാൻ ചെന്നന്ന് രാവിലെ ആരോ ഒരു പുഷ്പം അർപ്പിച്ചേക്കുന്ന ഒരു കാഴ്ച. കമ്മ്യൂണിസം നടപ്പിലാക്കിയ രീതിയാണ് അവിടെ പരാജയത്തിന് കാരണം. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയെടുത്ത് അത് ജനങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെന്നിറങ്ങുന്ന യാത്രക്കാരുടെ ഷൂസിൽ അഴുക്കുണ്ടെങ്കിൽ അവർ കയറ്റിവിടത്തില്ല രാജ്യത്തേക്ക്. ഞാൻ 6:30 എഴുന്നേറ്റപ്പം ഒരു വലിയ വിഭാഗം വർക്കേഴ്സ് വന്നിട്ട് ആ ബീച്ച് ക്ലീനപ്പ് ചെയ്യുകയാണ്. അന്നത്തെ ഭീകരതയെക്കുറിച്ചെല്ലാം പറഞ്ഞെങ്കിലും അവസാനം ഒരു വാചകം പറഞ്ഞു, എന്നാലും സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ലോകത്തൊന്നാമതായിരുന്നു. രാഷ്ട്രീയ നേതാക്കളിൽ ഏറെ യാത്ര ചെയ്യുന്ന RSPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഷിബു ബേബി ജോണാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ഷിബു ബേബി ജോൺ. നമസ്കാരം. അന്നേരം താങ്കൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ആകുമ്പോൾ 54 രാജ്യങ്ങൾ സന്ദർശിച്ചു. 53. അതിൽ ഏറ്റവും ഒടുവിൽ പോയത് പഴയ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലുണ്ടായിരുന്ന യുഗോസ്ലേവിയ. അത് പിന്നീട് 6 ഇതായിട്ട് ചിന്നിച്ചിതറി. എങ്ങനെ ഉണ്ടായിരുന്നു യുഗോസ്ലേവിയയിലെ ഒരു അനുഭവം? കാരണം താങ്കൾ യാത്രയ്ക്ക് പോകുമ്പോൾ വെറുതെ പോയി അങ്ങ് സ്ഥലം കാണുന്നതല്ല, അതിൻ്റെ ചരിത്രം, അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം, അവിടുത്തെ ഭൂപ്രകൃതി ഉൾപ്പെടെ എല്ലാം നിരീക്ഷിക്കുന്നതിലും ഒരു പ്രത്യേക താല്പര്യമുള്ള ആളാണ്. ഒരു അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു. കാരണം ഒത്തിരി അറിവ് പകർന്നു തന്ന ഒരിതാണ്. ഞാനത് 2 വർഷം മുമ്പ് വരെ 49 എത്തി നിൽക്കുകയായിരുന്നു. അതിനുശേഷം പോയ രാജ്യങ്ങളിൽ തന്നെ വീണ്ടും പോകാൻ ഇടവന്നു. പിന്നെ ഈ 50ാമത്തെ രാജ്യം ഞാനിങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തുനിന്ന് അത് യാദൃശ്യമായി യുഗോസ്ലോവിയ എന്നുള്ളതിൽ 4 രാജ്യം 7 ദിവസം കൊണ്ട് സന്ദർശിച്ചു. വളരെ ചുരുങ്ങിയ സമയം, തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് വളരെ തിടുക്കത്തിലായിരുന്നു. ഞാൻ 4 രാജ്യം എന്ന് പറയാം. സെർബിയയിൽ ഇറങ്ങി. സെർബിയ, ബോസ്നിയ, മൊണ്ടിനീഗ്രോ, അൽബേനിയ. ഇതിൽ 3 രാജ്യങ്ങളും യുഗോസ്ലോവിയയുടെ ഭാഗവും അൽബേനിയ അല്ലാതെ തന്നെ ഒരു സോഷ്യലിസ്റ്റ് രാജ്യവുമായിരുന്നു. സോഷ്യലിസം മാറിയ പശ്ചാത്തലത്തിൽ ഞാൻ എവിടെ ചെന്നാലും പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ പഴയ കാര്യങ്ങൾ ചോദിക്കുന്ന പതിവുണ്ട്. യുഗോസ്ലോവിയയിൽ ചെന്നപ്പോഴാണ് ഞാൻ ഇത് അതുപോലെ പഴയ കാര്യങ്ങൾ ചോദിച്ചു. 3 ചിന്നിച്ചിതറിയ 3 രാജ്യങ്ങളിലെ ഗൈഡുമാരും അവർ പരസ്പര ശത്രുതയിലായിരുന്നതാണ്. അവർ 3 പേരും പഴയ ഭരണ സംവിധാനം നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അത് ശരി. അതൊരു വളരെ വ്യത്യസ്ത അനുഭവമായിരുന്നു. ഞാൻ റഷ്യയിൽ പോയപ്പോൾ അന്വേഷിച്ചിട്ടുണ്ട്, ജോർജിയയിൽ അന്വേഷിച്ചിട്ടുണ്ട്, നിലവിൽ വിയറ്റ്നാമിൽ പോയി. അവർ പറയാൻ ഭയന്ന് നിന്നുകൊണ്ട്. പക്ഷേ നല്ലതായിരുന്നു പഴയ കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന് പറഞ്ഞ ഏക രാജ്യം ഈ പറയുന്ന. അതിലവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് തൊഴിലുണ്ടായിരുന്നു, ന്യായമായ വിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ കിട്ടുമായിരുന്നു, വലുതല്ലെങ്കിലും എല്ലാവർക്കും ഒരു വീടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും. ഞാൻ ചോദിച്ചു പൗരാവകാശം എങ്ങനെയായിരുന്നു? പൗരാവകാശം അന്നത്തെ ഭരണാധികാരിയായ ടിറ്റോയെ വിമർശിക്കല്, അത്രേ ഉള്ളൂ. അദ്ദേഹത്തെ വിമർശിക്കല്, മാർഷൽ ടിറ്റോ വിമർശിക്കല് എന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത വാചകം പറഞ്ഞു, ഞങ്ങൾക്ക് വിമർശിക്കാനൊന്നും ഇല്ലായിരുന്നു. അത് ശരി. അന്ന് വിമർശിക്കാനൊന്നും ഇല്ലായിരുന്നു. അതിന് ശേഷമാണ് പറഞ്ഞ ഭക്ഷണവും വീടും ഇതെല്ലാം കിട്ടിക്കൊണ്ടിരുന്നു, സംതൃപ്തരായിരുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞത്. അല്ലെ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു RSPക്കാരൻ എന്നുള്ളതിൽ എനിക്ക് വളരെ വലിയ സന്തോഷമേകിയ ഒരു കാര്യമാണ്. കാരണം കമ്മ്യൂണിസം തകരുന്നു എന്ന്, ലോകമെമ്പാടും തകർന്നു എന്നുള്ള പ്രചരണം വന്നപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു വിലയിരുത്തലുണ്ട്. അത് ട്രോസ്കി, സ്റ്റാലിനിൽ തുടങ്ങിയ ഭിന്നിപ്പും റഷ്യയിൽ നടപ്പിലാക്കിയ കമ്മ്യൂണിസ്റ്റ് രീതിയാണ് പൗരാവകാശം അനുവദിക്കാതെ പോയ ആ രീതിയാണ് കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയിലേക്ക് എത്തിച്ചത് എന്നാണ് ഞങ്ങളുടെ വിശകലനം. യുഗോസ്ലോവിയ മാത്രം റഷ്യൻ ബ്ലോക്കിനോട് ചേരാതെ, USSR സോവിയറ്റ് ബ്ലോക്കിനോട് ചേരാതെ ചേരിചേരാ നയത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു രാജ്യമാണ്. അതായത് യുഗോസ്ലോവിയയിലെ ജനങ്ങൾ ഇന്നും അത് നല്ലപോലെ സ്മരിക്കും. ഇന്നത്തെ ഭരണത്തെക്കുറിച്ചുള്ള അവരുടെ സമീപനം, ഇന്നത്തെ ഭരണത്തെക്കുറിച്ച് അസംതൃപ്തിയുണ്ട്, പല കാര്യങ്ങളും അസംതൃപ്തിയുണ്ട്. എല്ലാം ഒരുമിച്ചാകണമെന്നൊരാഗ്രഹം. പലതിലെ അഴിമതിയെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. സെർബിയയിൽ ചെന്നപ്പോൾ അവിടെ കാണിച്ചു തന്നൊരു പുതിയ കോടീശ്വരന്മാർക്ക് വേണ്ടിയുള്ള പുതിയൊരു സംരംഭം അവിടെ പണിയുന്നു. ഇത് അവരുടെ താമസിക്കാൻ വേണ്ടി ഒരു ഏരിയ. അവർ തന്നെ ചോദിക്കുന്നത്, ഇതിവിടെ ഏത് കോടീശ്വരനുണ്ട് ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടി? അതിനുവേണ്ടി സർക്കാർ പൈസ ചിലവാക്കുന്നു, പണം ചിലവാക്കുന്നത് എങ്ങനെ എന്നുള്ളത്. മോണ്ടിനീഗ്രോയിൽ ചെന്നപ്പോൾ അവിടെ
റോഡുമായി ചൂണ്ടിക്കാണിച്ച് നമ്മുടെ ഹൈവേക്കാൾ വളരെ മെച്ചപ്പെട്ട നിർമ്മാണമാണ്, എന്നിട്ട് തന്നെ ആൾക്കാർ പറയുന്നത് കണ്ടില്ലയോ റോഡിൻ്റെ അവസ്ഥ, ഇതൊക്കെ കാശടിച്ച് മാറ്റുന്നതാണ് എന്നുള്ള നിലയിലേക്ക് ഇപ്പോഴത്തെ ഇത്. അതാ ഞാൻ പറഞ്ഞു വന്നത്, കമ്മ്യൂണിസം നടപ്പിലാക്കിയ രീതിയാണ് അവിടെ പരാജയത്തിന് കാരണം. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയെടുത്ത് അത് ജനങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത് ഞാൻ അവിടെ ചോദിച്ച ചോദ്യങ്ങളുണ്ട് ഈ 3 രാജ്യങ്ങളുടെ. നിങ്ങളെല്ലാവരും പരസ്പരം നമ്മൾ വായിച്ചിട്ടുണ്ട്, ക്രൊയേഷ്യ സെർബിയക്കെതിരെ, സെർബിയ ബോസ്നിയക്കെതിരെ, മോണ്ടിനീഗ്രോ ഒരു ഭാഗത്ത്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് ചിഹ്നിച്ചിതറിയാണ്. എന്തായിരുന്നു അതിൻ്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മളത് ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. നാഷണലിസ്റ്റ് എന്ന് പറയുന്നവരുണ്ടല്ലോ, ദേശീയത പറയുന്നവർ. ഈ സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനത്തിൽ ഇവർക്കൊന്നും റോളില്ലായിരുന്നു, ഇവർക്ക് പണം സമ്പാദിക്കാൻ സാധിച്ചില്ല, ഇവർ അസംതൃപ്തരായിരുന്നു. അതിനുശേഷം ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ ശരിക്കും പഴയ വികാരം വളർത്തിയെടുത്തുകൊണ്ട് അവിടെ പലതായി ചിഹ്നിച്ചിതറിയിരിക്കുന്ന ക്രൊയേഷ്യ കത്തോലിക്കർ എന്നുള്ള നിലയിൽ കാത്തലിക് സഭ 15-ാം നൂറ്റാണ്ടും 16-ാം നൂറ്റാണ്ടിലുമാണ് യൂറോപ്പിൽ ഈ ഭിന്നിപ്പ് കടന്നത്, പ്രൊട്ടസ്റ്റന്റ് കാത്തലിക്. ആ വികാരം വീണ്ടും വളർത്തിയെടുത്തുകൊണ്ട് കാത്തലിക് കോൺസെൻട്രേഷനുള്ള ക്രൊയേഷ്യ ഒരു ഭാഗത്ത്, സെർബിയ പ്രൊട്ടസ്റ്റന്റ് എന്നുള്ള നിലയിലേക്ക്, ബോസ്നിയ മുസ്ലിം എന്നുള്ള നിലയിലേക്ക്, ഇതെല്ലാം സൃഷ്ടിച്ചത് ഈ പറയുന്ന ദേശീയവാദികളായിട്ടുള്ള നേതാക്കന്മാർ വളർത്തിയെടുത്ത വികാരമാണ്. മതം മേളിൽ കൊണ്ടുവന്നിട്ട് ചിഹ്നിച്ചിതറാൻ വേണ്ടി ഇടയായ സാഹചര്യം. പക്ഷേ അവിടെ തന്നെ ഇപ്പോഴത്തെ തലമുറ ഗൈഡായിട്ടുള്ളവരൊക്കെ പറയുന്ന അതൊക്കെ 30 വർഷം മുമ്പല്ലയോ, അന്ന് ഉണ്ടായിരുന്നല്ലേ, ഇപ്പം ഞങ്ങളൊന്നും അങ്ങനെ പ്രശ്നമില്ല. എന്നാൽ അവർ തന്നെ തിരിച്ചറിയുന്നുണ്ട് ഇത് അവരിന്ന് ബോധപൂർവം വളർത്തിയെടുത്ത ഒരു വികാരത്തിൻ്റെ വിസ്ഫോടനമായിരുന്നു അന്ന് കടന്നത്. അതിൻ്റെ ഒരു ആവശ്യമില്ല, ഞങ്ങൾ ഒരേ ഭാഷ സംസാരിക്കുന്നു, ഒരേ ഭക്ഷണം കഴിക്കുന്ന ഒരു സമൂഹമായിട്ട് എന്നുള്ള ഒരു മാനസാന്തരവും അവിടുത്തെ ഇതിൽ കാണുന്നു. അന്നേരം നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ വെച്ച് ഇന്ന് ദേശീയ തലത്തിൽ അവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന, വളർത്തിയെടുക്കുന്ന ദേശീയതയെക്കുറിച്ചുള്ള ആപൽ സൂചനയാണ് എനിക്ക് ഈ യാത്ര വഴി കിട്ടിയത്. പഴയ മുഗൾ രാജാക്കന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അത് വളർത്തിയെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രൊട്ടസ്റ്റന്റ് കാത്തലിക് ഏറ്റുമുട്ടൽ 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും നടന്നതിൻ്റെ ആവർത്തനം തന്നെയാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയാശങ്കയുളവാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ യുഗോസ്ലാവിയയിലെ ഈ രാജ്യങ്ങളിലെല്ലാം ഉള്ള വേറൊരു ആകർഷകമായ മറ്റ് കാര്യങ്ങൾ എന്താണ്? അല്ല, അതിൽ ഞാൻ കണ്ടത് അത് സെർബിയ എന്ന് പറയുന്ന രാജ്യമൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്ത് ഒരു ശ്രീലങ്കയിൽ പോകുന്ന ഒരു ഫീലേ ഉള്ളൂ സെർബിയയിൽ പോകുമ്പോൾ. അങ്ങനെ റോഡുകളൊക്കെ നമ്മളെക്കാൾ മെച്ചപ്പെട്ടതാണ് എന്നൊക്കെ പറയാമെങ്കിലും മോശപ്പെട്ട റോഡുകളുമുണ്ട്. അത് കഴിഞ്ഞാൽ ബോസ്നിയയിൽ പോയി, അതും വലിയ ഇതില്ല. അതേസമയത്ത് തന്നെ ഏറ്റവും ആകർഷിച്ചത് അതിനുശേഷം മോണ്ടിനീഗ്രോ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോയി. 6.5 ലക്ഷം പേരേ ഉള്ളൂ പോപ്പുലേഷൻ. നമ്മുടെ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ 11 ലക്ഷം ഉണ്ട് വോട്ടർമാർ. 6.5 ലക്ഷം പോപ്പുലേഷനുള്ള ആ രാജ്യം അവരെങ്ങനെ ടൂറിസത്തിന് വേണ്ടി തയ്യാറെടുത്തു, ടൂറിസ്റ്റുകളെ സ്വാഗതം ചെയ്തു. എയർപോർട്ടില്ല, എയർപോർട്ട് അഫോർഡ് ചെയ്യാനൊക്കത്തില്ല. എയർപോർട്ടുണ്ട്, പക്ഷെ മെയിൻ കണക്ടിവിറ്റി ഇല്ല. അങ്ങനെ എല്ലാം പ്രതിസന്ധികൾ ഉള്ള ഒരു രാജ്യം. പക്ഷേ ടൂറിസത്തെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. അവിടെ ലേക്കും ഉണ്ട്, സീയും ഉണ്ട്. മോണ്ടിനീഗ്രോയ്ക്ക് ഒരു സവിശേഷതയുണ്ട്. ഈ ഓട്ടോമാൻ എംപയർ ആ ഭാഗമെല്ലാം കീഴടക്കിയപ്പോൾ മോണ്ടിനീഗ്രോ മാത്രമാണ് അവർക്ക് കീഴടക്കാൻ സാധിക്കാതെ വന്നത്. അതൊരു മുനമ്പ് പോലെയാണ്. അവിടെ മൗണ്ടനുമാണ്, സൈഡിൽ മൊത്തം മൗണ്ടൻസുമാണ്, നടുക്ക് കടൽ വന്ന് ചേരുന്ന ഇതാണ്. അന്നേരം അവിടോട്ട് കയറി വരാൻ ഓട്ടോമാൻ എംപയറിന് പോലും ആ ഭരണകർത്താക്കൾക്ക് പോലും സാധിക്കാത്ത നിലയിലേക്ക് ഇവരൊരു പ്രതിരോധം സൃഷ്ടിച്ചാണ്. അന്നേരം അവർ മാത്രം അന്ന് പിടിച്ചു നിന്നെയാണ്. ആ ഒരു രാജ്യം എന്തു അതിമനോഹരമായി അവർ റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും ഏത് ചെല്ലുന്നവർക്കാണെങ്കിലും ഒരു ടൂറിസ്റ്റിന് എൻജോയ് ചെയ്യാവുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. അതൊക്കെ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയറാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം മോണ്ടിനീഗ്രോയിൽ പോയി ബോട്ട് 3 മണിക്കൂർ സഫാരി നടത്തി, ലേക്കിൽ കൂടെ നടത്തി, ആ ബീച്ചിൽ പോയി എല്ലാം തിരിച്ചു വന്ന ഞാൻ 2 ദിവസം മുമ്പ് ഞങ്ങളുടെ കോളേജിൻ്റെ ഗെറ്റ് ടുഗദറിന് വേണ്ടി വാഗമണ്ണിൽ പോയി. നമുക്ക് ആ വെള്ളം കണ്ടാലേ അറപ്പ് തോന്നും.
എന്നാൽ നമ്മൾ ടൂറിസം അതിമനോഹരമാണ്, അതിന് സാധ്യത കേരളമുണ്ട്, പുഴകളുണ്ട്, നദിയുണ്ട്, ഇതെന്നൊക്കെ പറഞ്ഞ് ഇത് നമ്മൾ സംരക്ഷിക്കാതെ ഏത് ടൂറിസ്റ്റ് വരാനാണ്? നമ്മൾ ഈ പോകുന്നവർ പുറത്തെങ്ങനെ സംരക്ഷിക്കുന്നതെന്ന് കണ്ട ആ സംവിധാനം ഇവിടെ ഒരുക്കി കഴിഞ്ഞാൽ കേരളം അതുപോലെ വികസിക്കും. ഈ നിലയിലേക്ക് നമ്മുടെ വാട്ടർ ബോഡീസും നമ്മുടെ മൗണ്ടൻസും എല്ലാം നശിപ്പിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് പഴയ പ്രതാപം പറഞ്ഞിരിക്കാമെന്നല്ലാതെ അവിടെയാണ് ഞാൻ അതിനുശേഷം അൽബേനിയ യുഗോസ്ലോവിയ അല്ലായിരുന്നു, പക്ഷേ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായിരുന്നു. ഇപ്പോൾ അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ് അവിടെ ഉള്ളത്, മെജോറിറ്റി മുസ്ലിംസാണ്. പക്ഷേ അവിടെ ചെന്നു ഞങ്ങളൊരു ബീച്ച് പ്രോപ്പർട്ടിയിൽ താമസിച്ചു. ഒരു ദിവസമേ ഉള്ളൂ, തിരിച്ച് റിട്ടേൺ ഫ്ലൈറ്റ് അവിടെ ആയതുകൊണ്ട് അവിടെ ചെന്നു. ഒരു ദിവസമേ ഉണ്ടായിരുന്നു. വൈകിട്ട് ബീച്ചിനോട് ചേർന്നുള്ള പ്രോപ്പർട്ടി, ഞങ്ങൾ വൈകിട്ട് ബീച്ചിലൊക്കെ ഇരുന്നു. ഇത് കഴിഞ്ഞ് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു ബീച്ചസ്. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഞാൻ 6:30 എഴുന്നേറ്റപ്പം ഒരു വലിയ വിഭാഗം വർക്കേഴ്സ് വന്നിട്ട് ആ ബീച്ച് ക്ലീനപ്പ് ചെയ്യുകയാണ്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ കാണുന്ന വൈറ്റ് സാൻഡ്സ് മാത്രമുള്ള ഒരു പൊട്ട് പോലും ഒരഴുക്കില്ലാതെ ആ ബീച്ച് രാവിലെ ആയി കഴിഞ്ഞപ്പം മെയിൻറ്റെയിൻഡ് ആയി കഴിഞ്ഞു. അന്നേരം എത്രത്തോളം അവർ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്നു. മോണ്ടിനീഗ്രോൻ്റെ 10 മടങ്ങ്. ഞാൻ മോണ്ടിനീഗ്രോ പോയപ്പോൾ പഴയ സോഷ്യലിസ്റ്റ് രാജ്യം, പിന്നെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം, അന്നേരം കുറേ കൺസർവേറ്റീവ് ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു മനസ്സിലെ ധാരണ വെച്ചാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പം മറ്റേത് രാജ്യത്തേക്കാൾ ഓപ്പണാണ്. അവിടെ പോർക്ക് കഴിക്കേണ്ടതിന് പോർക്ക് കഴിക്കാം, ഏത് സാധനമാണേലും അവിടെ ഒരു പ്രശ്നവുമില്ല, അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതല്ലേ അത്ര ഓപ്പണാണ്. 1-ാം തീയതി ഡ്രൈ ഡേ ആണ്. അല്ല, ഞാൻ പറഞ്ഞ ഇതിവിടെ ഈ ഹിപ്പോക്രിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ. 1-ാം തീയതി ഡ്രൈ ഡേ വെച്ചതുകൊണ്ട് ഇവിടെ മദ്യോപഭോഗം കുറയുമോ? അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ തീരുമാനിക്കുന്ന ഇത് ഉപഭോഗം കുറയ്ക്കാനുള്ള അന്നത്തെ സാഹചര്യമാണ്. അതിൽ നിന്ന് മാറി അന്ന് മദ്യോപഭോഗമാണ് പ്രശ്നമായി കണ്ടെങ്കിൽ ഇന്ന് മയക്കുമരുന്നിലേക്ക് കേരളം പോയി കഴിഞ്ഞു. എന്നിട്ട് 1-ാം തീയതി അടച്ചു വെച്ചുകൊണ്ട്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം സർക്കാർ എടുത്താൽ അതിന് പ്രതിപക്ഷം ഉടനെ അതിനെതിരായിട്ട് വരും. അല്ലല്ല, പ്രതിപക്ഷം ചിലപ്പോൾ എതിർത്തെന്നിരിക്കും. ഞാൻ സർക്കാരിൻ്റെ ബാറുകൾ വീണ്ടും തുറക്കാനുള്ള നിലപാട് വന്നപ്പോൾ ഞാൻ പരസ്യമായി എന്നെ സ്വാഗതം ചെയ്താണ്. UDFൻ്റെ നേതാവായിരുന്നിട്ട് എൻ്റെ പാർട്ടിക്കകത്ത് അടക്കം വിമർശനം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ നിലപാടിൽ മാറ്റമില്ല. ഞാൻ ക്യാബിനറ്റ് ഇരുന്നപ്പോൾ ആ തീരുമാനം എതിർത്തയാണ്, പരസ്യമായി പറഞ്ഞതാണ്, തെറ്റാണെന്ന് പറഞ്ഞതാണ്. 1-ാം തീയതി ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നുള്ള അഭിപ്രായമുണ്ട്. ഒരു സംശയം, ഇതുകൊണ്ട് എന്താ പ്രയോജനം? അല്ല, നമുക്ക് യാത്രയിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സോവിയറ്റ് USSRൽ നിന്ന് ഇപ്പം റഷ്യയായി അവിടെയും സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കമ്മ്യൂണിസത്തിൻ്റെ ഒരു ഈറ്റില്ലം പോലെ ഉള്ളൊരു രാഷ്ട്രമായിരുന്നു. അവിടെ ചെന്നപ്പോൾ അനുഭവം എനിക്ക് ഈ RSP ബാക്ക്ഗ്രൗണ്ടിലുള്ള കമ്മ്യൂണിസത്തെക്കുറിച്ച് എൻ്റെ പരിമിതമായ അറിവ് ഉള്ളതുകൊണ്ട് അത് റഷ്യയിൽ വലിയ ആകാംക്ഷയോടുകൂടിയാണ് ചെന്നത്. റഷ്യയിൽ ആദ്യം മോസ്കോയിൽ ചെന്നിറങ്ങി. മോസ്കോയിൽ 4 ദിവസവും, സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ 2 ദിവസമായിരുന്നു. കണ്ടാലും തീരാത്തതുപോലെ സ്മാരകങ്ങളും പള്ളികളും ഇതെല്ലാം ഉള്ളതാണ്. ഇത്രയും വെൽത്ത് ഒരു പള്ളിയിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഡോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സ്വർണ്ണമാണ്, ഗോൾഡാണ് ഇതിൻ്റെ എല്ലാ പള്ളികളുടെയും ഡോം, പ്രധാനപ്പെട്ട പള്ളികളുടെ. അതുപോലെ വെൽത്ത് ഉള്ള ഒരു രാജ്യമാണെന്ന് അത് കണ്ടറിയാം. പക്ഷേ എന്നെ അതിനേക്കാൾ ആകർഷിച്ചത്, ഞാൻ ക്രെംലിനിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ ഇവരെല്ലാം പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അടക്കിയ സ്ഥലങ്ങളുണ്ട്, അതിൻ്റെ സ്തൂപങ്ങളുണ്ട്. ഞാൻ സ്റ്റാലിൻ്റെ മുമ്പിൽ പോയി. ഞാൻ അന്ന് ഒരു പോസ്റ്റ് ഇട്ടതാണ്, മനസ്സിലെ ഒരു ശത്രു, കമ്മ്യൂണിസം തകർക്കാനിടയായ ആളെന്നുള്ള മാനസികാവസ്ഥയിൽ തന്നെ ചെന്നു. പക്ഷേ സ്റ്റാലിൻ്റെ ശവകുടീരത്തിൽ ഞാൻ ചെന്നന്ന് രാവിലെ ആരോ ഒരു പുഷ്പം അർപ്പിച്ചേക്കുന്ന ഒരു കാഴ്ച. ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ഗൈഡ്, ഒരു ചെറുപ്പക്കാരൻ ആർട്ടം എന്ന് പറഞ്ഞ് ഈ കമ്മ്യൂണിസത്തിൽ നിന്ന് പോയതിന് ശേഷം ജനിച്ച ഒരാളാണ്. പുള്ളിയുടെ അടുത്ത് പഴയ കമ്മ്യൂണിസ്റ്റ് കാര്യമൊക്കെ ചോദിച്ചപ്പോഴത്തേക്കിന് അവർക്ക് അന്നത്തെ ഭീകരതയെക്കുറിച്ചെല്ലാം പറഞ്ഞെങ്കിലും അവസാനം ഒരു വാചകം പറഞ്ഞു, എന്നാലും സ്റ്റാലിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ലോകത്തൊന്നാമതായിരുന്നു എന്ന് പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ഇന്നത്തെ സംവിധാനത്തിൽ റഷ്യയ്ക്കൊരു പ്രസക്തി ഇല്ലാത്ത നിലയിലേക്കായി എന്നുള്ളതിലെ ആശങ്ക അവർക്കുണ്ട്. അത് കഴിഞ്ഞ് ഞാനവിടെ മോസ്കോ യൂണിവേഴ്സിറ്റി സന്ദർശിച്ചു. ഇതുപോലൊരു ബിൽഡിംഗ്, ഞാൻ സ്റ്റാൻഫോർഡും പോയിട്ടുണ്ട്, ബാക്കിയെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ബിൽഡിംഗ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തു, നമ്മുടെ രാജ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത്രയ്ക്ക് പ്രാധാന്യം വന്ന പല കാര്യങ്ങളിലും കൊടുത്തിരുന്നു. പക്ഷേ ബേസിക്കലി സിവിക് റൈറ്റ്സ് നിഷേധിച്ച ഒരു സമൂഹത്തിൻ്റെ പ്രതിഷേധമായിരുന്നില്ല. ഭരണത്തിലുള്ളവന് ഇഷ്ടമില്ലാത്തവനെ കൊണ്ടുപോയി തട്ടാനൊക്കുന്ന സാഹചര്യം വന്നാണ് ഈ നിലയിലേക്ക് തകർച്ചത്. സൈബീരിയയിലേക്ക് നാട് കടത്തുക, ഗുലാഗ്സിലേക്ക് നാട് കടത്തുന്നത്, ഇതെല്ലാം നമുക്ക് പറഞ്ഞ പോലെ. അത് കഴിഞ്ഞ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ പോയി. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ചെന്നപ്പോൾ മധ്യവയസ്കയായ ഒരു 19 വയസ്സോളം വരുന്ന
ഒരു സ്ത്രീയായിരുന്നു ഞങ്ങളുടെ ഗൈഡ്. അവരുടെ അടുത്ത് ഞാൻ പഴയ കമ്മ്യൂണിസത്തെക്കുറിച്ച് ചോദിച്ചിട്ട്, എൻ്റെ ഭാഗ്യത്തിൽ ഞാൻ ഈ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് പറഞ്ഞില്ല, കാരണം അവരെ അടിച്ചേനെ. അവരതിൻ്റെ എല്ലാ തിക്തഫലവും അനുഭവിച്ച ഒരു സ്ത്രീയായിരുന്നു. അവരുടെ സഹോദരിക്കുണ്ടായ ദുരിതം, അതിൻ്റെ പേരിൽ അവർ എങ്ങനെ വിക്ടിമൈസ് ചെയ്യപ്പെട്ടു, അവരൊക്കെ അങ്ങ് വെറുപ്പായിരുന്നു. ഇപ്പോൾ അത് സ്വർഗമാണ് എന്നുള്ള നിലയിലേക്കാണ്. പക്ഷേ അന്നേരം ഈ ഹിസ്റ്റോറിക്കൽ റീസൺസ് കൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അവിടുത്തെ മ്യൂസിയംസ്, ഞാൻ ലോകത്തെല്ലായിടത്തും പോയി മ്യൂസിയങ്ങളിൽ പോയിട്ടുണ്ട്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ മ്യൂസിയം ഒന്നും ഞാനിവിടെ പറഞ്ഞാൽ രാജേഷിനോ നമുക്ക് ആർക്കോ മനസ്സിലാകാൻ ഒക്കത്തില്ല. എന്തോരം വെൽത്താണ്, അല്ലെങ്കിൽ വേറെ ലോകത്തൂടെ നമ്മൾ പോവുകയാണ്. എനിക്ക് ഈ മ്യൂസിയം ഒന്നും വലിയ താല്പര്യമുള്ള ആളല്ല സാധാരണഗതിയിൽ. മോർ ഓഫ് കൾച്ചർ ആൻഡ് ജീവിത രീതി മനസ്സിലാക്കുന്നതിലാണ് എനിക്ക് താല്പര്യം. പക്ഷേ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ മ്യൂസിയംസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു ലോകത്തേക്ക് ഭയങ്കരമായിട്ട് ആ സാർ കുടുംബങ്ങളുടെ വെൽത്തായിരുന്നു. അതെല്ലാം പഴയ കൊട്ടാരങ്ങളാണ് ഇപ്പം മ്യൂസിയമായി മാറിയിരിക്കുന്നത്. ആ കൊട്ടാരങ്ങളുടെ സന്ദർശനം തന്നെ ആണ് മെയിൻ ടൂറിസം എന്ന് പറയുന്നത്. ലെനിനെ ഓർക്കുന്നവരുണ്ടോ? ലെനിനെ അല്ല, അന്നത്തെ ലെനിനെ മതിപ്പോട് തീർച്ചയായിട്ടും സന്ദർശിച്ചു. ലെനിനെ അങ്ങനെ വലിയ മതിപ്പോട് കൂടി ഓർക്കുന്നവരെ ആരെയും ഞാൻ കണ്ടില്ല. ലെനിൻ 1923 മരണപ്പെടുകയും ചെയ്തല്ലോ, അതുകൊണ്ടായിരിക്കാം. ഞാൻ പോയത് 2019 അന്നേരം ആ മതിപ്പോട് കൂടി ഓർക്കുന്നില്ല. പക്ഷേ പഴയ ഭരണ സംവിധാനത്തിൽ ഞങ്ങൾ ലോകത്തൊന്നാമതായിരുന്നു എന്ന ചിന്ത അതിനുശേഷം ജനിച്ചവരിൽ കാണാൻ സാധിച്ചു. ഇപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മനസ്സിലേക്ക് എല്ലാം ഇഷ്ടം പല രീതിയിലായിരിക്കും, പക്ഷേ മനസ്സിനോട് ഏറ്റവും മനസ്സിനെ ഭയങ്കര സന്തോഷം പകർന്ന രാജ്യം ഏതാണ്? വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് 2-3 രാജ്യം, ഒരു രാജ്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്. ഞാൻ 6 കോണ്ടിനെൻസിലും പോയതാണ്. അതിൽ ന്യൂസിലാൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യം. നമ്മൾ ഈ പോസ്റ്റ് കാർഡിലൊക്കെ കാണുന്ന ഇതുണ്ടല്ലോ, ഗ്രീനറിയും വേറെ ഒരു നമുക്ക് ഇമാജിൻ ചെയ്യാനൊക്കത്തില്ല. നമ്മളൊരു ലോൺ വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇത് ഒരു രാജ്യം മൊത്തം അതുപോലെ ലോണും അതുപോലെ ട്രീസും അതുപോലെ നാച്ചുറൽ ഇത് നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. അവിടെ വട്ടനബേ കേവ്സിലേക്ക് പോകുന്നു. അന്നത്തേക്കിന് ഈ സ്റ്റാലക്ടൈറ്റ്സ് എന്ന് പറഞ്ഞ് ഈ പാറയിൽ നിന്ന് താഴോട്ട് വളരുന്ന ഇതുണ്ടല്ലോ, എൻ്റെ മലയാളം എനിക്കറിയില്ല. ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. അവിടുത്തെ ഒരു സവിശേഷത, പോകുന്നതിന് മുമ്പേ അറിയാവുന്നവർ എന്നെ വാൺ ചെയ്തിരുന്നു. നമ്മൾ ചെന്നിറങ്ങുന്ന യാത്രക്കാരുടെ ഷൂസിൽ അഴുക്കുണ്ടെങ്കിൽ അവർ കയറ്റിവിടത്തില്ല രാജ്യത്തേക്ക്. അത്രയും നീറ്റാണ്. അവർ കയറ്റിവിടത്തില്ല, അവർ തിരിച്ചുവിടും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വിട്ടത്. അവിടുത്തെ ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവെ അങ്ങനെയാണ്. വളരെ കുറച്ച് ജനങ്ങളേ ഉള്ളൂ. അവർക്ക് ഈ ആള് കുറവിൻ്റെയും തണുപ്പിൻ്റെയൊക്കെ ലോൺലിനെസ്സും ഒക്കെ പലരും പറയുന്നുണ്ടെങ്കിലും വളരെ കുറച്ച്. ഞാൻ ഓക്ലൻഡിൽ പോയി, അങ്ങനെ ലോക്കൽ ജനങ്ങളുമായിട്ട് അധികം ഇടപഴകാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പോയത്, എനിക്കിപ്പോഴും സൗത്ത് ഐലൻഡിൽ പോകാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് ക്രൈസ്റ്റ് ചർച്ച് നിർബന്ധമായി പോകേണ്ടത്. അന്ന് വിൻ്ററായി പോയതുകൊണ്ട്, ഞാൻ പോയ സമയം വിൻ്ററായി പോയതുകൊണ്ട് സൗത്തിലോട്ട് പോകാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ റൊട്ടറുവ എന്ന് പറയുന്ന ഓക്ലൻഡിൽ നിന്നൊരു സ്ഥലത്ത് പോയി. അന്നാണ് ഞാൻ ഈ പറഞ്ഞ ഈ കേവ്സിലൊക്കെ പോയി ഇതെല്ലാം കണ്ട് ബോട്ടിനകത്ത് കുറ്റാക്കൂരിട്ടിൽ ബോട്ടിനകത്ത് സഞ്ചരിച്ച് മിന്നാമിനിങ് മാത്രം ആയിരക്കണക്കിന് മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചത്തൂടെ നമ്മളൊരു കേവിൽ കൂടെ സഞ്ചരിക്കുന്നു, പോകുന്നു. അങ്ങനെ റൊട്ടറുവ എന്ന് പറയുന്ന സ്ഥലത്ത് രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ പാക്കേജിൻ്റെ ഭാഗമായിട്ടൊരു പ്രദേശത്തോട്ട് പോകണം. അവിടെയാണ് നമ്മൾ ഈ ഗീസേഴ്സ് എന്ന് പറയുന്ന ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. ഈ തണുപ്പത്ത് ഭൂമിയിൽ നിന്നിങ്ങനെ ആവി പുറത്തോട്ട് വരുന്ന ആ കാഴ്ചയൊക്കെ നമ്മൾ നമുക്ക് ഇമാജിൻ ചെയ്യാനൊക്കാത്ത ഒരു ലോകത്തേക്ക് നമ്മളങ്ങ് എത്തപ്പെടുകയാണ്. ക്ലെൻലിനെസ് മാത്രമല്ല, എന്നിട്ട് ഡ്രൈവ് ചെയ്യുന്ന വഴി ഓരോ കൺട്രി സൈഡ് കാണുന്നത് തന്നെ പറഞ്ഞാൽ വിശ്വസിക്കാനൊക്കുന്നില്ല. ആ നിലയിൽ ഉള്ളതായിരുന്നു ഒരു രാജ്യം. ആ ജിയോഗ്രാഫിക്കൽ ബ്യൂട്ടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് 1-ാം സ്ഥാനത്ത്. അത് കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ വന്നു. ഓസ്ട്രേലിയയിലും അതെ, ഞാൻ ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ പോയി. സിഡ്നി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം വലിയ പാരമ്പര്യമുള്ള പട്ടണമാണെങ്കിലും ടിപ്പിക്കൽ എല്ലാ ബിഗ് സിറ്റി പോലുള്ള ചെറിയ റോഡ്, ട്രാഫിക് ബ്ലോക്ക് അങ്ങനെയൊക്കെയാണ്. അതേ സമയത്ത് അവിടെ ഗ്രേറ്റ് ബാരിയർ റീഫ്, കെയ്ൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. എനിക്ക് ഈ വൈൽഡ് ലൈഫ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ ആഫ്രിക്കയിൽ പല തവണ പോയിട്ടുള്ളൂ. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മെറൈൻ ലൈഫ് ഇതുപോലെ ഉണ്ടെന്ന് പറയുന്നത്. അവിടെയൊക്കെ ടൂറിസം എങ്ങനെ ചെയ്യുന്നു നമ്മൾ പഠിക്കേണ്ടതാണ്. അവിടെ നമ്മൾ ഇതെടുത്ത് പോകുന്നു,
ആ ഒരു ഗ്രേറ്റ് ബാരിയർ റീഫിൻ്റെ അവിടെ ചെന്ന് നമ്മൾ സബ്മറൈനിൽ കൂടെ പോകുന്നു. ആഫ്രിക്കയിൽ ചെന്ന് ചുറ്റിനും മൃഗങ്ങളെ കാണുന്നത് പോലെ ഈ സബ്മറൈനിൽ കൂടെ നമ്മൾ സബ്മറൈൻ ചെയ്യാൻ, ഡൈവ് ചെയ്യാം, താഴെ ഗ്ലാസ് ബോട്ട്, ഗ്ലാസ് ഉള്ള ബോട്ടുണ്ട്, അത് വെച്ചുകൊണ്ട് താഴെ കാണാം. ഇതെല്ലാം ഉണ്ട് അവിടെ അഫോർഡബിലിറ്റി വെച്ചിട്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മത്സ്യങ്ങളുടെ നടുക്കൂടെ, അതിൽ സ്രാവുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഷാർക്കിനെ സൈറ്റ് ചെയ്യാവുന്ന വലിയൊരു സംഭവമാണ്. അതിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. ആ നിലയിലേക്ക് ഓസ്ട്രേലിയയും അതിമനോഹരമാണ്. അവിടെയൊക്കെ നല്ല ശുദ്ധവായുവാണല്ലോ അല്ലേ? എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അവരെ ക്ലീനാക്കി വെക്കുന്നത് എങ്ങനെയെന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാകത്തില്ല. അത് പോയി കണ്ടാലേ അത് മനസ്സിലാകത്തുള്ളൂ. ആ നിലയിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ എപ്പോഴും ഉള്ള ഫേവറേറ്റ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വൈൽഡ് ലൈഫാണ്. ഞാൻ ആഫ്രിക്കയിൽ 4 തവണ, സൗത്ത് ആഫ്രിക്കയിൽ 2 തവണയും, കെനിയ, ടാൻസാനിയ, ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അന്നേരം കെനിയയിലൊക്കെ നല്ല കെനിയയിൽ മസായി മാറ എന്ന് പറയുന്ന ഇത്, ടാൻസാനിയയിൽ സെരംഗട്ടി, ടാൻസാനിയയിൽ ഒന്നുകൂടെ പോയി മൊംബാസ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് സാൻസിബാറിൽ നിന്ന് സ്ലേവ്സിനെ എങ്ങനെ അവർ പോയി, മനുഷ്യരല്ല മൃഗങ്ങളെ പോലും ചെയ്യാത്ത നിലയിൽ സ്ലേവ്സിനെ കൊണ്ടുപോയത് കുറച്ചു നേരം കണ്ടിട്ട് ഞാൻ അവിടെ നിന്നങ്ങ് അവർ എക്സ്പ്ലെയിൻ ചെയ്തത് ഞാനങ്ങ് മാറി. നമുക്ക് സഹിക്കാനൊക്കാത്ത നിലയിലേക്കായിരുന്നു ആ കാഴ്ചപ്പാട്. എന്നാലും ഞാൻ പറഞ്ഞ ഈ വൈൽഡ് ലൈഫിനെ സംബന്ധിച്ചിടത്തോളം മസായിമാരായി പോയി. അത് കഴിഞ്ഞ് പിറ്റേ തവണ ഞാൻ സെരംഗട്ടി പോയി. ഇത് രണ്ടുമാണ് ഈ മൈഗ്രേഷനുള്ള, നമ്മൾ ടി വിയിൽ കാണുന്ന മൈഗ്രേഷനുള്ള, സെരംഗട്ടിയിൽ നിന്ന് മസായിമാരയിലേക്കും മാരായിൽ നിന്ന് തിരിച്ച് സെരംഗട്ടിയിലേക്ക് പോകുന്ന ആ പ്രദേശത്ത് പോയി. സൗത്ത് ആഫ്രിക്കയിൽ ക്രൂഗറിൽ പോയി. സൗത്ത് ആഫ്രിക്കയിൽ രണ്ടാമത് പോയപ്പോൾ ഒരു മലയാളി സ്വന്തം വിമാനം കൊണ്ടുവന്നിട്ട് ജോഹന്നാസ്ബർഗിൽ നിന്ന് എന്നെ പിക്ക് ചെയ്ത് നേരെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കകത്ത്, പ്രൈവറ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കകത്ത് കൊണ്ടുപോയി ലാൻഡ് ചെയ്തു. അങ്ങനെ ആ നിലയിൽ എൻ്റെ ഇഷ്ടം വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫാസിനേഷൻ ആയതുകൊണ്ട് അവിടെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. അവിടുത്തെ വൈൽഡ് ലൈഫ് കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കിന് നമുക്കിപ്പോൾ പഴയ താല്പര്യം നഷ്ടപ്പെട്ടു. മറ്റേത് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അവിടെ ഞാനിപ്പോഴും ഓർക്കുന്ന ആദ്യം ചെല്ലും, നമ്മളിതിനെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, ക്രൂഗർ എന്ന് പറയുന്ന നാഷണൽ പാർക്കിൽ കൂടെ പോകുന്നു. അവിടെ സ്ട്രിക്റ്റാണ്. 5:30 മണിയാകുമ്പോൾ അല്ലെങ്കിൽ വൈകിട്ട് 5:30 മണിയാകുമ്പോൾ ക്യാമ്പിനകത്ത് കയറിയിരിക്കണം. രാവിലെ 6 മണിക്ക് ഗേറ്റ് തുറക്കും. 6 മണിക്ക് ഗേറ്റ് തുറക്കുമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ വണ്ടികളെല്ലാം ക്യൂ കിടക്കുകയാണ്. നമ്മൾ പുറത്തോട്ട് പോകുന്നു, ഒരു ഓഫ് റോഡിൽ കൂടെ മണ്ണിട്ട റോഡിലേക്ക് തിരിയുന്നു. ആ സമയത്ത് നേരം വെളുക്കുന്നു, വെളിച്ചം വരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ജിറാഫ്, സീബ്ര, ഈ കളർഫുൾ ആയിട്ടുള്ള, പിന്നെ കിലോമീറ്ററുകളോളം ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ ആ സമയം നടുക്കൂടി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ചെന്നപ്പോഴാണ് ഒരു ലയൻ്റെ ഒരു ഗ്രൂപ്പ് ഒരു ഇതിനെ ബൈസണെ കൊന്നിട്ടേക്കുന്നതും ഇതെല്ലാം കണ്ടുപോവുകയാണ്. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത്, വണ്ടിയിൽ നിന്ന് ആളിനെ ഇറങ്ങിക്കൂടാ, പക്ഷേ ഒരു 30 കിലോമീറ്ററോ 40 കിലോമീറ്ററോ ഗ്യാപ്പ് വെച്ചുകൊണ്ട് ടൂറിസ്റ്റിന് ടോയ്ലറ്റിൽ പോകണം, പല കാര്യങ്ങളുണ്ട്, കൃത്യമായി അവർക്ക് ബേസ് ഉണ്ട്. അവിടെ കയറുക, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്, ടോയ്ലറ്റിൽ പോകാനുള്ള സംവിധാനമുണ്ട്. ഇതെല്ലാം സർക്കാരായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ടൂറിസം അത് ഇതുകൊണ്ട് എങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ.